മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഫോട്ടോ ഫ്രെയിമാണ്. ഫോട്ടോ ഫ്രെയിം ചെയ്യണമെങ്കിൽ അത് കാണിക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറും കാർഡ്ബോർഡ് വെച്ചിട്ടാണ്. പ്യുവർ കാർഡ്ബോർഡും വീട്ടിലുള്ള കുറച്ച് ന്യൂസ് പേപ്പർ പശ പെയിൻറ്റ് സംതിങ് വെച്ചിട്ട് ചില പശയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ ഞാൻ എൻ്റെ ഫോട്ടോ അല്ല ഇരിക്കുന്നത്, ഒരു അടിപൊളി പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് തുടങ്ങാം. അപ്പോൾ ഇതാണ് നമ്മുടെ പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്രെയിമും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി പെയിൻറ്റിംഗ് ആണിത്. ഇച്ചിരി വലിപ്പം പെട്ടി വെച്ച് നോക്കുമ്പോൾ ചെറുതാണെന്ന് തോന്നും. പക്ഷേ നമുക്ക് ഇവിടെ ഒന്ന് ഫോക്കസ് ചെയ്തേ. ഇവിടെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും ഓരോ പാലറ്റിൻ്റെ ഇതും ഇതിൻ്റെ ക്യാൻവാസിൻ്റെ ഷെയ്ഡും അടിപൊളിയായിട്ടുണ്ട്. ബട്ട് സസ്പെൻസ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് ഇത് വെറും ഒരു ഫോട്ടോ പ്രിൻ്റാണ്. 40 ലക്ഷം രൂപയുടെ പെയിൻറ്റിങ്ങിൻ്റെ 40 രൂപ പ്രിൻ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 40 രൂപ കേട്ടോ. അതും കൂടെ ഇനിയും ഷോർട്ട് ഔട്ട് ചെയ്യല്, കാരണം ഇത് ചില ഫോട്ടോ പ്രിൻ്റാണ്. ഇവിടെ സാധാ ഫോട്ടോ ഒക്കെ എടുക്കണതിൻ്റെ പ്രിൻ്റ് എടുത്തേക്കണെയാണ്. 4K ഇമേജാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഡീറ്റെയിൽസും അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റിംഗ് ഒന്നും കാര്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങളുടെ കുടുംബ ഫോട്ടോ എന്ത് വേണമെങ്കിൽ ഫോട്ടോയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അത് ഈ ഇതൊന്ന് കട്ട് ചെയ്ത് ഫ്രെയിമിനോടെ ഉണ്ടാക്കാം. ഇപ്പോൾ ഫ്രെയിമിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇമേജാണ് അതിൻ്റെ ബാക്ക് വശം എടുത്തിട്ട് നമ്മുടെ നീട്ടമുള്ള പീസ് ഇതിൻ്റെക്കാളും 4 സെൻറ്റിമീറ്റർ നീട്ടം കൂടുതലായിരിക്കണം. 4 സെൻറ്റിമീറ്റർ വലിപ്പം കൂടുതലായിരിക്കണം. ഈ രണ്ട് സൈഡിലും 4 സെൻറ്റിമീറ്ററിൽ കൂടുതലായിരിക്കണം. കൂടുതലല്ല, 4 സെൻറ്റിമീറ്റർ ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ വേറൊരു പീസ് നമുക്ക് വേണ്ടതിൽ ഇതിനേക്കാളും ജസ്റ്റ് ഇച്ചിരി നീട്ടം കൂടുതൽ ഇട്ടാൽ മതി. സെൻറ്റിമീറ്റർ ഒന്നുമില്ല, ഇഷ്ടമുള്ള അളവ് ഇടാം. പക്ഷേ വലിയ കുറച്ച് മതി, വലിയ കൂടുതലൊന്നും ആക്കി വിട്ടണ്ട. പക്ഷേ നമുക്ക് ഇതുപോലത്തെ ഈ 2 എണ്ണം വീതം, ഇത് 2 എണ്ണം വേണം. പിന്നെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം 4 സെൻറ്റിമീറ്റർ, അതിനുശേഷം 1 സെൻറ്റിമീറ്റർ, അതിനുശേഷം വീണ്ടും 4 സെൻറ്റിമീറ്റർ, അതിനുശേഷം 1.5 സെൻറ്റിമീറ്റർ. ബാക്കിയൊരു റെക്കമെൻഡ് ചെയ്യണത് ഒരു 8 ഇടാനാണ്. 4 കൂടെ ഇതിന് മുകളിലേക്ക് മടക്ക് വരും. അതിനുശേഷം ഇച്ചിരി എക്സസ് 4 കിടക്കും. നമുക്കപ്പോൾ അതുപോലെ തന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അതിനുശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതുപോലെ തന്നെ ഈ പീസ് ഒന്ന് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ അതിലും ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം ആദ്യം. ഇപ്പോൾ മുറിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്കിത് മുറിച്ച് മാറ്റണ്ട, അത് ശ്രദ്ധിച്ചിരിക്കണം. ജസ്റ്റ് ഒന്ന് വരഞ്ഞു വിട്ടാൽ മതി. മുകളിലത്തെ പാളി ഒന്ന് മുറിച്ചെടുക്കണം. വലിയ ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുള്ള് കീറും. ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. നല്ല മുറിച്ചുള്ളതാണെങ്കിൽ ശരിക്കും സൂക്ഷിക്കണം, ഒട്ടും പ്രഷർ കൊടുക്കണ്ട. അപ്പോൾ നമുക്കിതൊന്നിങ്ങനെ മുറിച്ചെടുക്കാൻ നല്ല എളുപ്പത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ശരിക്കും അത് മുറിഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറ്റിയത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായി. നമുക്ക് ഞാൻ പല്ലിൻ്റെ ഭാഗം കൂടെ മുറിച്ചെടുക്കാം. കണ്ടോ, അതുപോലെ ക്രീസ് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഒന്ന് മടക്കി കൊടുക്കാം. ക്രീസ് ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മടക്കണം. അടിപൊളി, പെർഫെക്റ്റായിട്ട് നമ്മുടെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഫെവിക്കോൾ ഗ്ലൂ ഗൺ എംസിയിലൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ എടുക്കാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഫോൾഡേക്ക് നല്ലൊരു ഈവൻ ഫോൾഡാണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ ശ്രമിക്കുകയല്ല ചെയ്യണമെങ്കിൽ നമുക്കൊന്ന് ഗ്ലൂ ഗൺ ചെയ്ത് കൊടുക്കാം. നമ്മളൊക്കെ അപ്പോൾ ഇതിൻ്റെ മിഡിൽ പീസിലാണ് ഗ്ലൂ ഗൺ വെക്കുന്നത്. ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കാം. ഇതിങ്ങനെ തന്നെ വിട്ടേക്കണം. ഇത് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ് വയ്ക്കാൻ പറ്റില്ല. ഇനി എല്ലാം കഴിഞ്ഞിട്ട് അവസാന പ്രൊസീജിയറിലാണ് നമ്മളിത് ഒട്ടിക്കാൻ പോകുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറേ പണിയൊക്കെയുണ്ട്. പെയിൻറ്റും കൂടെ അടിച്ചിട്ടാണ് ചെയ്യുള്ളൂ. ഇത് 2 സൈഡും ഇത് ടോപ്പിലുമാണ്. നിങ്ങളുടെ പോർട്രേറ്റ് രൂപത്തിലാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ സൈഡിലും വരും, 2 ടോപ്പിലും വരും. ഇത് ലാൻഡ്സ്കേപ്പാണ്, അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കണം. സെറ്റാണ്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പെയിൻറ്റിങ് ഇറക്കി വെക്കാം.
ഇപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഒന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ നീലയും മഞ്ഞയൊന്നുമില്ല, എല്ലാം പെർഫെക്റ്റ് അളവാണ്. പേനയും വേണം, വേണം, കട്ടറും വേണം, ശ്രദ്ധിച്ച് കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിവിടെ വെക്കണം. അളവ് കറക്റ്റായിരിക്കണം കേട്ടോ, മാറിപ്പോയിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവും. ഒന്ന് വരയ്ക്കണം. ഇത്രയാണ് കട്ട് ചെയ്ത് കളയണത്. ഈ ബാക്കി ഇവിടെയുള്ളത് ഇവിടെ തന്നെ കിടക്കണം. അതുപോലെ തന്നെ 4 സൈഡും ചെയ്യണം. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം 4 സൈഡും. ഒന്നും കൂടെ തിരിച്ച് വെച്ച് സെറ്റാക്കി കൊടുക്കാം. കണ്ടോ, പെർഫെക്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഫ്രെയിമായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഓക്കെ, ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ടേപ്പ് ഒട്ടിച്ചാലും മതി. നമുക്കിൻ്റെ മുകളിലേക്ക് സംഭവം ചെയ്യണമുണ്ട്. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് നമുക്കിതിവിടെ വെച്ചിട്ട് ആദ്യം ഇതിൻ്റെ മുകളിൽ ഇത് വെച്ചിട്ട് ഇതിനടയ്ക്കണം. എന്നിട്ടിങ്ങനെ വെച്ച് കൊടുക്കണം. ഇവിടെയും വെച്ച് അടച്ചിട്ടുണ്ടെങ്കിൽ സെറ്റായിട്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പിക്ചറൊന്ന് അതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കും. അടിപൊളിയായിട്ടുണ്ട്. ഇളക്കമുണ്ടെന്ന് നോക്കിയാൽ കണ്ടാൽ നമ്മൾ ഒട്ടിക്കും. നമുക്കത് ഫ്രെയിമിൻ്റെ ബാക്കി പണിയിലേക്ക് കിടക്കാം. പിന്നെ ഇങ്ങനെ ഫിറ്റിയിൽ വയ്ക്കണമെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. DIY മാനറിലേക്കാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കയറ്റി വയ്ക്കാൻ എനിക്കും ഇഷ്ടപ്പെട്ടു. കൂടുതൽ പണിയൊന്നും വേണ്ട, പണിയെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനെ വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് പ്രൊഫഷണലായിട്ട് നമുക്കിപ്പോൾ തന്നെ നിങ്ങൾ മാറ്റിയെടുക്കാം. അപ്പോൾ അതിനാദ്യം ദൂരണം, ടേബിൾ മാറ്റി ടേബിൾ മാറ്റണം. പിന്നെ നമ്മൾ ഒരു കുറച്ച് പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ പശയുണ്ട്, നോക്കണ്ട, മൈദ പശയല്ല. മൈദ പശ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറുമ്പും കയറി പോവുകയും ചെയ്യും. ഇത് മെർക്കുറി എന്ന് പറഞ്ഞൊരു പശയാണ്. ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ പിന്നെ 100 രൂപയുടെ പശയും കിട്ടും. പക്ഷെ 1 കിലോ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഇത് മേടിച്ചത്. ഇപ്പം 100 രൂപ തന്നെ 1 കിലോയ്ക്ക്. ഇത് 50 രൂപയാണ്. 1/2 കിലോ കൊണ്ട് കിട്ടും. 50 രൂപയില്ല, 39 രൂപയുള്ളൂ 1/2 കിലോയുടെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കാദ്യം പെട്ടെന്നൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇത് മുറിച്ചെടുക്കുന്ന പേപ്പർ അത്രേ ഉള്ളൂ. ഇത് പെയിൻറ്റും മറ്റേ പശയും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അറിയാവുന്ന പരിപാടി എടുക്കുക, അപ്ലൈ ചെയ്യുക, തേക്കുക. അത് ഇവിടെ പറഞ്ഞത്. ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചെയ്യാം. ഗ്ലൂ ഗൺ വേണമെന്നില്ല, ടേപ്പ് ഒട്ടിച്ചാലും മതി. നമുക്ക് മറിഞ്ഞു പോകാൻ പറ്റില്ല. ഗ്ലൂ ഗൺ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഒട്ടിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ ചേർത്ത് ഒട്ടിച്ച് വെക്കില്ല, ഇരട്ടി പണിയാവും. പൊട്ടിക്കുമ്പോൾ ഇതിങ്ങനെ അകത്തേക്ക് ആക്കി വെച്ചാൽ മതി. അപ്പം അങ്ങനെ അകവും ചെയ്യാം, പുറവും ഇങ്ങനെ ചെയ്യാം. പിന്നെ സെറ്റപ്പായിട്ട് ചെയ്യാം. സാവകാശം ചെയ്താൽ മതി, ആർക്കും ധൃതിയൊന്നും ഇല്ലല്ലോ. ഇതുവരെ കഴിഞ്ഞില്ലേ? ആ, വീഡിയോ കാണാം. കഴിഞ്ഞു. ഇവൻ മകരിവിന് നമസ്കാരം കഴിഞ്ഞ് തുടങ്ങി. 7 മണിക്ക് തുടങ്ങിയതാണ്. ഇപ്പം എത്രയും 7:59, 8 മണിയാവാൻ പോണു. ഇന്ന് ഇപ്പം ചെയ്തായിരിക്കും അല്ലേ? എൻ്റെ മുറി നല്ല അടിപൊളിയായി ആക്കിയിട്ടിട്ടുണ്ട്. നിങ്ങളിത് കാണുക. എനിക്കിതൊക്കെ ഇനി ക്ലീൻ ചെയ്തിട്ട് റിവ്യൂ എടുക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ തന്നെ. അപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വശത്ത് ഇത് ഒട്ടിച്ച് വെച്ചേക്കുവാണ്. പേപ്പറല്ല, പറിച്ചെടുത്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്കിത് നാളെ രാവിലെ ഉണങ്ങിയിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ശരിക്കും ഉണങ്ങി എടുത്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ചു. ഒരു 24 hours ഇടയ്ക്ക് ആയപ്പോഴത്തേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി ഒരു പണിയേ ഉള്ളൂ. ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിലൊന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കേണ്ട ഒന്നാമത് ഫ്രെയിമിൻ്റെ ഇവിടെ, പിന്നെ ഈ ബാക്കിൽ ഇവിടെ, പിന്നെ ഇത് ഉള്ളിൽ ചെയ്യണം. പെയിൻറ്റ് ചെയ്യണത് ഞാൻ അക്ലറിക്കാണ് യൂസ് ചെയ്യണത്, അക്ലറിക് കളർ. ഇപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒഴിക്കാൻ നൈസായിട്ട്. തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്. തികഞ്ഞാൽ പറയാം, നിങ്ങൾ 2 എണ്ണം മേടിച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇച്ചിരി വലിയ ഫ്രെയിമാണ്, അതുകൊണ്ട് പേടിയായിട്ടാണ് മേടിച്ചത്. ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട്, നമുക്ക് നൈസായിട്ടൊന്ന് തേച്ച് കൊടുക്കാം.
ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ മൊത്തം പെയിൻ്റ് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. 4 സൈഡിലും അടിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഉള്ളിലുള്ള ഭാഗത്തും നന്നായിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എല്ലാ ദിവസവും കഴിഞ്ഞിട്ട് ഇനി എല്ലാം ഒന്ന് അസംബിൾ ചെയ്തെടുത്താൽ മതി. നമ്മുടെ ഫുൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ബാക്കിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ ഞാൻ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കണ്ട, ഇവിടെ നമ്മുടെ പെയിൻറ്റിങ് വന്ന് മറയ്ക്കും, അതുകൊണ്ട് ആ പെയിൻ്റ് അടിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പെയിൻറ്റിൻ്റെ കണക്ക് പറഞ്ഞില്ലേ, 2 കുപ്പി പോയിട്ട് ഒന്നിൻ്റെ അര പോലും ആവശ്യം വന്നില്ല. മറ്റേ കുപ്പി തൊട്ടിട്ടില്ല, തുറക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം ഇത് ഫാബ്രിക് ആയതുകൊണ്ട് ഒറ്റ കോട്ടിന് തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും ചെയ്യേണ്ട വന്നില്ല, ജസ്റ്റ് ഒന്ന് അടിച്ചു വിട്ടുള്ളൂ. അപ്പോൾ നമുക്കാദ്യം നമ്മുടെ പെയിൻറ്റിങ് അല്ല, ഫോട്ടോ കോപ്പീനെ എടുത്തിട്ട് ഇതിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂഗൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഗ്ലൂഗൺ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിതൊന്ന് ഇവിടെ പ്രോപ്പർലി ഇതാദ്യം ഒട്ടിച്ചു കൊടുക്കണം. ഇത് ഒട്ടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല, വെള്ളം കാണില്ല. ഓക്കെ, സെറ്റാണ്, നല്ല സെറ്റല്ലേ. 4 മൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഗ്ലൂഗൺ 4 സൈഡിലും വെച്ച് കൊടുക്കാം. മാക്സിമം ഫ്രെയിം ചേർത്ത് വെച്ച് കൊടുക്കുക. പെയിൻറ്റിങ് വെച്ച് കൊടുക്കാം. സൂക്ഷിച്ച് വെക്കണം, ഇല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ മൊത്തം പോകുന്നതാണ് പെയിൻറ്റിങ് കേട്ടോ. ഫ്രെയിമിനൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഇരിക്കേണ്ടത്. നമുക്കിനി ഇത് ഫുള്ളൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഇതുകൂടെ ഒട്ടിച്ച് കൊടുക്കാം. ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നീട്ടുള്ള 2 പീസ് ഇതിലേക്ക് ശരിക്കും ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇത് നോക്കണം, ഇത് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഇവിടേക്ക് അടയ്ക്കാം. ഇവിടെയും ഒട്ടിച്ച് കൊടുത്തിട്ട് ഇവിടേക്ക് അടയ്ക്കാം. അപ്പോൾ നമുക്ക് സെറ്റായിട്ട് ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനടുത്ത് ഇതിൻ്റെ ഇത്രയും ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കാം. ഒട്ടിച്ച് കൊടുക്കുന്നത് ആ സ്ക്വയർ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ശരിക്കും പുഷ് ചെയ്തിട്ട് ഇവിടെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്കൊരു വള്ളി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വള്ളിയുടെ പേരൊന്നും അറിയാം, ടോയിനല്ല എന്തായാലും. പിന്നെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ ഇത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് തരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഫിറ്റി കയറുമ്പോൾ തന്നെ നല്ലൊരു ലുക്കുണ്ട്. പിന്നെ നിങ്ങൾ ഫോട്ടോൻ്റെ കോൺട്രാസ്റ്റ് അനുസരിച്ച് ഫ്രെയിമിൻ്റെ കളർ മാറ്റാവുന്നതാണ്. ഇതിൻ്റെ ഡാർക്ക് ഇമേജ് ആയതുകൊണ്ടാണ്, കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ ഫ്രെയിം കറുപ്പാക്കിയത്. അപ്പോൾ നമുക്കാദ്യം ഇതൊന്ന് ചോരി കയറ്റാം. ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇത് അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സംഭവം ഇരിപ്പുണ്ട്. ഈ ഫിറ്റിക്ക് നന്നായിട്ട് ചേരേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കളറും പാറ്റേണും കൂടിയും കുറഞ്ഞതൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഇച്ചിരി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഡള്ളാക്കിയതാണ് ഫിറ്റിക്ക് ചേരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ റിയാക്ഷൻ ചാനൽ ലിങ്ക് ഒന്നെങ്കിൽ ചാനൽ ലിങ്ക് വീഡിയോയുടെ ഇട്ടിട്ടുണ്ടാവും. വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു അടിപൊളി വീഡിയോ ആണ്. ഞാൻ ആദ്യം ചെയ്യാമെന്ന് വെച്ച വീഡിയോ നമ്മുടെ ടെക്നിക്കൽ സാഗറെ എടുത്തിട്ട് വേണ്ടാന്ന് വെച്ചു. സാഗർ നന്ദി, എന്തായാലും വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡിലീറ്റ് ചെയ്തു അന്നേരം തന്നെ വീഡിയോ എടുത്ത്. അപ്പോൾ നമ്മളൊരു അടിപൊളി വീഡിയോ എടുത്തത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ നാളെ തന്നെ ഷൂട്ട് ചെയ്യും. ഈ ആഴ്ച തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ